എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിലായി കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് സ്വന്തമാക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് 670 ലിൻസ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ 2 ബെഡ്റൂമുകളും ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഈ വീട്ടിൽ നിന്നും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ 3 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് 5.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷൻ 5.5 കിലോമീറ്റർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 9 കിലോമീറ്റർ, കാക്കനാട് ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളി 12 കിലോമീറ്റർ ആകുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് 2 SUV വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല്ല് വാങ്ങി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ, കോളേജുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ്. ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കൂടാതെ KW വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് കാണാം. വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൽ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. മെയിൻ ഡോറിൽ ബയോമെട്രിക് സ്മാർട്ട് ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ്. വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റ് കാണാം. ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ചാനലിയർ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോയും ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വാൾപേപ്പറും കാണാം. ലിവിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ ചെറിയൊരു പാഷ്യോ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഏകദേശം 8ഓളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്നവർക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം. അവിടെ മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഒരു ഭാഗത്തായിട്ട് വാട്ടർ ഫൗണ്ടെയിൻ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാർ ബ്രാൻഡാണ്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ബെഡ്റൂമിൽ ബെഡും കോട്ടും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾ കാണാം. ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വാൾപേപ്പർ കാണാം. കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പാഷ്യോ കാണാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്.
കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് നൽകിയിട്ടുണ്ട്. കിച്ചണിൻ്റെ അടുപ്പ് എത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. അവിടെ ഹുഡ് ആൻഡ് ഹൂബ് കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ, വില്ല പ്ലോട്ടുകൾ, വില്ലകൾ, ഇൻഡിപെൻഡൻ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡിലാണ്. സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ഫോട്ടോ ഫ്രെയിം നൽകിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് 2 ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. ടഫണ്ട് ഗ്ലാസും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡിലാണ്. സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസിംഗ് ഏരിയയിലേക്കാണ്. ഈ ഒരു പാസിംഗ് ഏരിയയിൽ നിന്ന് ലിവിങ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ 2 ചാനലിയർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ 3rd ബെഡ്റൂം പരിചയപ്പെടാം. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ബെഡും കോട്ടും കാണാം. 2 ബെഡ് സൈഡ് ടേബിൾ കാണാം. ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണിയിലേക്കുള്ളൊരു എൻട്രൻസ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ 4th ബെഡ്റൂം പരിചയപ്പെടാം. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ സ്റ്റഡി റൂമിലേക്കുമാകുന്നു. എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റോഡിൽ ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെൻറ്റ് 670 ലെൻസ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് സ്റ്റഡി റൂമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,18,00,000 രൂപയാണ്. 1.18 CR. വില നെഗോഷ്യബിളാണ്. വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.